അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട കൂട്ടുകാരെ, SSF പെരിങ്ങത്തൂർ ഡിവിഷൻ സാഹിത്യോത്സവിന്റെ മനോഹരമായ വേദിയിലാണ് ഞാനും നിങ്ങളും ഇന്ന് ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. ഈ സന്ദർഭത്തിൽ ഞാൻ നിങ്ങളോടൊരു കഥ പറയാം. എല്ലാവരും ശ്രദ്ധിച്ചു കേൾക്കണേ. കഥയുടെ പേര് 7 നൂറ്റാണ്ടുകൾ നീണ്ടു നിന്ന നിലാവ്. ഹിജറക്ക് 700 വർഷങ്ങൾക്ക് മുൻപ് ഒരു രാജാവ് ഉണ്ടായിരുന്നു. പേര് തുബ്ബ. ഒരു ദിവസം അദ്ദേഹം തന്റെ സൈന്യവുമായി യസ്രിബിലെത്തി. മദീനയുടെ പഴയ പേരാണ് യസ്രിബ്. മദീന കീഴടക്കാനായിരുന്നു തന്റെ സൈന്യവുമായി അദ്ദേഹം എത്തിയത്. എന്നാൽ മദീനയിൽ കടന്ന അദ്ദേഹത്തിന് ഒരു അസുഖം ബാധിച്ചു. വായിൽ നിന്നും മൂക്കിൽ നിന്നും ദുർഗന്ധം പുറപ്പെടുന്ന പ്രത്യേകതരം രോഗം. എത്ര ചികിത്സ നടത്തിയിട്ടും ഒരു മാറ്റവുമില്ല. ഒരു ദിവസം രാജാവിന്റെ അടുത്ത് ഒരു ജൂതൻ വന്നു. ശേഷം രാജാവിനോട് പറഞ്ഞു, രാജാവേ രാജാവേ, നിങ്ങൾ ഈ നാട് കീഴടക്കാൻ ശ്രമിച്ചത് കൊണ്ടാണ് നിങ്ങൾക്ക് ഈ അസുഖം ബാധിച്ചത്. അവസാന നബി ഹിജ്റ വരുന്ന നാടാണിത്. അതുകൊണ്ട് നിങ്ങൾ ഈ നാട് കീഴടക്കാൻ നോക്കേണ്ട. അത് കേട്ടപ്പോൾ രാജാവ് തന്റെ ഉദ്യമത്തിൽ നിന്നും പിന്മാറി. അത്ഭുതമെന്ന് പറയട്ടെ, അദ്ദേഹത്തിന്റെ അസുഖവും ഭേദമായി. അദ്ദേഹം തന്റെ സൈന്യവുമായി തിരിച്ചു നാട്ടിലേക്ക് പുറപ്പെടുമ്പോൾ സൈന്യത്തിൽ പ്രമുഖരിൽ ചിലർ പറഞ്ഞു, രാജാവേ രാജാവേ, ഞങ്ങൾ ഇനി ഇവിടെ കഴിയാനാണ് വിചാരിക്കുന്നത്. അവസാന നബി ഹിജ്റ വരുന്ന നാടല്ലേ ഇത്. അത് കേട്ടപ്പോൾ രാജാവിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സ്നേഹം കൂടി. അദ്ദേഹം മദീനയിൽ പ്രമുഖരായ ഔസ് ഖസ്റജ് ഗോത്രക്കാരുടെ അടുത്തെത്തി. ശേഷം അവരോട് പറഞ്ഞു, നിങ്ങൾ ഈ നാട്ടിൽ തന്നെ സ്ഥിര താമസക്കാരാക്കണം. അവസാന നബി വരുമ്പോൾ അദ്ദേഹത്തിന് ശക്തി പകരണം. വന്നില്ലെങ്കിൽ ഇത് നിങ്ങളുടെ കുട്ടികളോട് വസീയത്ത് ചെയ്യണം. ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കായി രാജാവ് ഒരു കത്തെഴുതി. കത്ത് ഇപ്രകാരമായിരുന്നു, രാജാവേ, ഞാൻ താങ്കളെയും താങ്കൾ കൊണ്ടുവന്ന ഗ്രന്ഥത്തിലും വിശ്വസിച്ചിരിക്കുന്നു. അങ്ങ് എനിക്ക് ശുപാർശ ചെയ്യണം. അന്ത്യനാളിൽ എന്നെ മറക്കരുതേ. ശേഷം കത്ത് സീൽ ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് താമസിക്കാനായി ഒരു വീടും പണിതു കൊടുത്തു. വർഷങ്ങൾ കഴിഞ്ഞു. സൗർഗുഹവാസത്തിന് ശേഷം മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിലേക്ക് പുറപ്പെട്ടു. വാർത്ത കേട്ടത് മുതൽ മദീന നിവാസികൾ കാത്തു നിൽക്കുകയായിരുന്നു. രാവിലെ കാത്തു നിൽക്കാൻ തുടങ്ങും. വെയിൽ ചൂടാകുമ്പോൾ മരത്തിന്റെ തണലിൽ നിൽക്കും. അതും നടന്നില്ലെങ്കിൽ തിരിച്ച് താമസ സ്ഥലങ്ങളിലേക്ക് പോകും. അന്നും അവർ താമസ സ്ഥലങ്ങളിലേക്ക് മടങ്ങിയപ്പോഴാണ് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിലെത്തിയത്. ആദ്യം നബിയെ കണ്ടത് ഒരു ജൂതനായിരുന്നു. അദ്ദേഹം ഉറക്കെ വിളിച്ചു പറഞ്ഞു, അറബികളെ, നിങ്ങളുടെ ഭാഗ്യം തെളിഞ്ഞിരിക്കുന്നു. നിങ്ങൾ കാത്തു നിന്നയാൾ എത്തിയിരിക്കുന്നു. ഓടിക്കിതച്ച് അൻസാറുകളെത്തി. അടുക്കളയിലായിരിക്കുന്ന ഉമ്മമാരും കളിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളും ജോലിയിലായിരിക്കുന്ന ഉപ്പാവുമാരും എത്തി. ത്വലൽ ബദ്റുവിന്റെ അകമ്പടിയോടെ അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുഗമിച്ചു. അന്ന് മദീനക്കാർ സന്തോഷിച്ചത്ര മറ്റൊരാളും സന്തോഷിച്ചിട്ടുണ്ടാവില്ല. പ്രിയപ്പെട്ടവരെ, ഈ കഥയിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് സ്നേഹത്തിന്റെ ശക്തിയും സഹനത്തിന്റെ വിലയുമാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് എന്റെ കൊച്ചു കഥ ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.